ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. ഒരുപാട് വിദ്യാർത്ഥികളാണ് ഫാർമസി പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു തരത്തിലുള്ള വീഡിയോകളും അപ്ഡേറ്റുകളും യൂട്യൂബിൽ തന്നെ ഇല്ല. കീം നേരിട്ട് വിളിച്ച് ചോദിക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന വീഡിയോകളെല്ലാം പോയി കണ്ടു. അവിടെയൊന്നും ഫാർമസിയുടെ കാര്യം പരാമർശിക്കുന്നില്ല. ചില ചാനലുകൾ ഫാർമസിക്കും ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങി എന്ന് പറഞ്ഞ് വീഡിയോകൾ ഇടുന്നു, പക്ഷേ ഒരു തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസ് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള അനവധി ഡൗട്ടുകൾക്ക് ഒരു പരിഹാരവുമായിട്ടാണ് ഇന്ന് വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, പ്രത്യേകിച്ച് ഫാർമസി കാത്തിരിക്കുന്ന അതിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷനും അലോട്ട്മെന്റും അഡ്മിഷനും ഒക്കെ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളാണ് എങ്കിൽ കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഫാർമസി ബെസ്റ്റ് കോളേജുകൾ, അതിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ മെത്തേഡുകൾ, ബാക്കി അതിൻ്റെ രീതികൾ, റാങ്ക് അനാലിസിസ്, PDF, എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും അതുപോലെ തന്നെ ഡോക്യുമെന്റ്സും ആദ്യം തന്നെ വീഡിയോകളായിട്ടും അതിൻ്റെ ഫീസ് സ്ട്രക്ചർ ഉൾപ്പെടെ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ച ചാനലാണ് ഞങ്ങളുടേത്. ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ഇത്തരത്തിൽ ഈ വിവരങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫാർമസി അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്തുകൊണ്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. കാര്യത്തിലേക്ക് കടക്കാം. കീമിന്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ, സിഇയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും വിവിധങ്ങളായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അതിൽ ജൂലൈ 11 മുതൽ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ആദ്യം ജൂലൈ 11 റിവൈസ്ഡ് റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ കണ്ടു. നിങ്ങളത് കണ്ടു. അതിനുശേഷം അത് മാറ്റി അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ വന്നു. ഏറ്റവും അവസാനമായിട്ട് വന്നത് മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സിന്റെ ഓൺലൈൻ ഫെസിലിറ്റി ഫോർ സബ്മിഷൻ ഓഫ് നീറ്റ് 2025 സ്കോർ ഇതിൽ സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഡേറ്റും വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു വിജ്ഞാപനം വന്നിട്ടുണ്ട്. ഇനി മറ്റൊന്ന്, കേരള എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സിന്റെ ഫൈനൽ കാറ്റഗറി റാങ്ക് ലിസ്റ്റ് റിവൈസ് ചെയ്തത് 16-ാം തീയതി, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇന്നലെ അവർ പബ്ലിഷ് ചെയ്തു. അതിൽ ചിലർ നോക്കിയിട്ട് മാറ്റങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു, പഴയത് തന്നെയാണെന്ന് പറഞ്ഞു. പക്ഷേ സൈറ്റിൽ അതൊരു ടെക്നിക്കൽ എററാണ്. ഇപ്പോൾ പലരും ഞങ്ങൾക്ക് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ട് അതിലെ മാറ്റമുണ്ട്, അവർ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിന് മുമ്പ് വന്നത് കേരള മെഡിക്കൽ കോഴ്സസ്, അതിൻ്റെ ഒരു ഡെഫിഷ്യൻ NRI ഡോക്യുമെന്റ്. ഓക്കെ, അതിന് മുമ്പ് വന്നത് എഞ്ചിനീയറിംഗ്, ഓൺലി ഫോർ എഞ്ചിനീയറിംഗ് കോഴ്സസിന്റെ ഓൺലൈൻ ഓപ്ഷൻ നൽകുന്നതിനുള്ള തീയതി ദീർഘിപ്പിച്ചു എന്ന് പറയുന്ന ഒരു വാർത്തയാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഈ നോട്ടിഫിക്കേഷനുകളിലൊന്നും ഫാർമസിയുടെ ഓപ്ഷൻ രജിസ്ട്രേഷനെ കുറിച്ച് അവർ സൂചിപ്പിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഫാർമസിയുടെ കാറ്റഗറി റാങ്ക് ലിസ്റ്റും റിവൈസ്ഡ് ആയി വന്നതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു സർക്കുലറോ അല്ലെങ്കിൽ ഒരു അറിയിപ്പോ സിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പലരും കീം വെബ്സൈറ്റ് ചെക്ക് ചെയ്തിട്ട് ഫാർമസിയുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതുകൊണ്ടാണ് ഇത്തരം ഒരു അപ്ഡേറ്റ്. നിലവിൽ ആ വിജ്ഞാപനങ്ങളിൽ, നോട്ടിഫിക്കേഷനുകളിൽ തന്നെ നിന്ന് കൃത്യമാണ്. എഞ്ചിനീയറിംഗിൻ്റെയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. അത് ഞാൻ ഒന്നുകൂടി നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാം. ഇത്തരത്തിലാണ് പറയുന്നത്: സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ് ഫോർ എഞ്ചിനീയറിംഗ് കോഴ്സസ്. സോ ഓൺലൈൻ ഓപ്ഷൻസ് ഇൻവൈറ്റഡ്, ഡേറ്റ് എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നലെ വന്നതാണ്, 18-ാം തീയതി വരെ. അപ്പോൾ അധികം വൈകാതെ തന്നെ ഫാർമസിയുടെയും വരും. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്താലും ഫാർമസിയുടെ ഓപ്ഷൻ രജിസ്ട്രേഷനുള്ള ഒരു ഓപ്ഷൻസ് ആ സൈറ്റിലോ അല്ലെങ്കിൽ കീം കാൻഡിഡേറ്റ് പോർട്ടലിലോ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കില്ല. നിങ്ങൾ റെഗുലറായിട്ട് ഇത് ചെക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. കാരണം എഞ്ചിനീയറിംഗിന്റെ വിളിച്ച സ്ഥിതിക്ക് ഫാർമസിയും വൈകിപ്പിക്കാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് നിങ്ങളുടെ വലിയ സ്റ്റേയോ മറ്റു കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങളുടെ കോളേജുകളുമായി ബന്ധപ്പെട്ടും ഇനി അങ്ങോട്ട് അഡ്മിഷൻ ഉപകാരപ്രദമായിട്ടുള്ള എത്തരത്തിലുള്ള കണ്ടന്റുകളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അറിയാൻ ശ്രമിക്കുന്നത് എന്നുകൂടി കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ അടിസ്ഥാനമാക്കിയുള്ള വീഡിയോകൾ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. കാത്തിരിക്കാം. ഏറ്റവും പുതിയ വാർത്തയുമായിട്ട് തൽക്കാലം നിർത്തുന്നു.